ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയൊരു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കറുവാപ്പസി. കേട്ടുള്ളവർ കൈപൊക്കിയാട്ടെ. കറുവാപ്പസി. പത്രം വായിക്കുന്ന ഒരുപാട് പേരുള്ളതിനാൽ സ്തോത്രം. 3 കൈ പൊങ്ങി, സന്തോഷം. പ്രൈസലോ. എന്തായാലും സോഷ്യൽ മീഡിയ ആയിട്ട് നല്ല ബന്ധമാണ്. പ്രൈസലോ. അതായത് ക്രൈസ്തവരായി തീർന്നവർ, യേശുവിനെ സ്വീകരിച്ചവർ തങ്ങളുടെ അവൻ പഴയതിലേക്ക് തിരിച്ചു ചെല്ലണമെന്നുള്ള സംഭവവും അങ്ങനെ നടക്കുന്ന പുനർമത പരിവർത്തനം എന്ന സംഭവം. ഇത് കേട്ടിട്ട് ക്രിസ്ത്യാനികളെല്ലാം ആകെ വിഷമിച്ചിരിക്കുക. എനിക്കിതുപോലെ സന്തോഷമുള്ളൊരു കാര്യമില്ല. എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. എന്നാന്നറിയോ? വിവരദോഷിയൊക്കെ പോട്ട് ഈ യേശുവിനെ ഒരിക്കലായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്ന് തോന്നുന്നവനൊക്കെ പോട്ട്. അവനെ ഇറക്കി വിട്ട് ചാണകം വെള്ളം തളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇറക്കി വിടാത്തതുകൊണ്ടാണ് അവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് ആ വെളിപ്പാട് കിട്ടിയില്ല, അവർക്ക് ആ വെളിപ്പാട് കിട്ടി. സന്തോഷമായോ? ഈ ഞാൻ ചോദിക്കുന്ന, കർത്താവിൻ്റെ ദാസി പോവോ? ആനെ തരാമെന്ന് പറഞ്ഞാൽ പോവോ? കർത്താവിൻ്റെ ദാസം പോവോ? കേബ്രാൻ പോകത്തില്ല, മരിച്ചു വീണാൽ പോകത്തില്ല. ദൈവദാസന്മാർ പോകുമോ? ഒരിക്കലുമില്ല. പിന്നെ പോകുന്നതാരാ? കൃപയില്ലാത്തവൻ. അവൻ ഇവിടെ നിന്നാ പ്രശ്നമാണ്. അവൻ നമ്മുടെ സഭയ്ക്കകത്ത് നിന്നാ പ്രശ്നമാണ്. അവൻ എപ്പോഴേലും ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പറയുമ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചാടാൻ പോകുന്നത്. ഇവൻ ഇവിടെ നിന്നാ എന്തുവാന്നാ ഞാൻ പറഞ്ഞേ? ഇവിടെ നിന്ന പ്രശ്നം. അതായത് ശക്തൻ നഗറിൽ നിൽക്കുന്ന ഒരു മൂട് ചൊറിതണം മൂടോട് പറിച്ച് മൂവാറ്റുപുഴയെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ചൊറിയിട്ടവൻ, അവൻ ചെല്ലുന്നിടത്ത് ചൊറിയിട്ടെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് നല്ല സുഖമായിരിക്കും ഇവനെ കൊണ്ടങ്ങ് ചെന്നാൽ. മനസ്സിലാകുന്നുണ്ടോ? സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കും. അടുത്തൊരിക്കുന്ന കൈ കൊടുത്ത് പറ, വെരി ഗുഡ് പറ. അല്ല പിന്നെ സ്തോത്രം. ആമേൻ. അല്ല, ഇതുങ്ങളെല്ലാം കൂടി സഭയൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാ. വസ്തി പോട്ടെ, എസ്തർ വരും. പ്രാർത്ഥിക്കാത്തവൾ പോട്ടെ, പ്രാർത്ഥിക്കുന്നവൾ വരാൻ പോകുക. ഉപവസിക്കാത്തവൾ പോട്ടെ, ഉപവസിക്കുന്നവൾ വരാൻ പോകുക. ഇതെന്റെ ദൈവത്തിന്റെ പ്ലാനാ. ആമേൻ, ആമേൻ. അപ്പൊ വസ്തി പോകുക എന്നുള്ള ദൈവത്തിന്റെ പ്ലാനാ. കർത്താവ് ആരെ കരുതിയിട്ടുണ്ട്? എസ്തറിനെ കരുതിയിട്ടുണ്ട്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഈയിടെ 100 രൂപ പോയാനല്ലേ വിഷമിച്ചിരിക്കുന്നത്? 1000 വരുന്നുണ്ടെന്ന് ആർക്കറിയാം. ആമേൻ. സന്തോഷമായിട്ടിരിക്കുക.